നമസ്കാരം. തെലങ്കാനയിൽ ആവേശോജ്വലമായ വിജയം നേടിയതിനു ശേഷം കോൺഗ്രസ് അടുത്ത വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നു. തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 17 പാർലമെൻറ്റ് മണ്ഡലങ്ങളെ തിരിച്ച് സംസ്ഥാനത്തെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾക്ക് ചുമതല നൽകുന്നു. അനസൂയ സീതക്ക, ശ്രീധർ ബാബു, പൊന്നം പ്രഭാകർ, ടി ജീവൻ റെഡ്ഡി, പി സുദർശൻ റെഡ്ഡി, ശ്രീ ദാമോദർ രജനീസ, തുമ്മല നാഗേശ്വർ റാവു, ഉപമുഖ്യമന്ത്രി ബാട്ടി വിക്രമ മല്ലു, മുഖ്യമന്ത്രി ರೇವಂತ್ రెడ్డి, ಜುಪ್ಪಳ್ಳಿ ಕೃಷ್ಣರಾವು, ಉತ್ತಮ್ ಕುಮಾರ್ ರೆಡ್ಡಿ, ಕೊಮ್ಮಟ್ಟಿ ವೆಂಕಟ ರೆಡ್ಡಿ, കൊണ്ട സുരക്ഷ, പൊനുകുലുട്ടി ശ്രീനിവാസ റെഡ്ഡി എന്നീ പ്രമുഖ നേതാക്കൾ 17 ലോക്സഭാ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ബൂത്ത് മുതൽ പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കിക്കൊണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 17 മണ്ഡലങ്ങളിലും വിജയം നേടാനായി കഠിന പ്രയത്നത്തിനൊരുങ്ങുകയാണ് തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. 17 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും പ്രമുഖ നേതാക്കളെ ഇറക്കിക്കൊണ്ട് നടത്തുന്ന ആവേശകരമായ പ്രചരണം കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുള്ള സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളും തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് വിശ്വാസം പാർട്ടിയിലെ എല്ലാ നേതാക്കൾക്കുമുണ്ട്. തെലങ്കാന മുഖ്യമന്ത്രി ರೇವಂತ್ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ പല സോണുകളാക്കി തിരിച്ചുകൊണ്ടാണ് തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ആസൂത്രണം ചെയ്യുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഈ പ്രചരണത്തിനായി തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും പൂർണ്ണ പിന്തുണയും നൽകിക്കഴിഞ്ഞു. തെലങ്കാനയിൽ കോൺഗ്രസ് നേടിയ ആവേശോജ്വലമായ വിജയത്തിൻ്റെ തുടർച്ചയെന്നോണം പാർലമെൻറ്റിലേക്ക് നടക്കുന്ന 17 പാർലമെൻറ്റ് മണ്ഡലങ്ങളും കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസമാണ് ദേശീയ നേതൃത്വത്തിനുള്ളത്.